കേരളത്തിൽ ഓരോ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുമ്പോഴും അവിടെയുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം എന്നെ സന്തോഷിപ്പിക്കുന്നുവെന്ന് CPIM നേതാവ് വൃന്ദ കാരാട്ട്. ഇന്ത്യ പുരുഷ മേധാവിത്വ സമൂഹമാണെന്നിരിക്കെ കേരളത്തിൽ LDF സർക്കാർ സ്ത്രീകളുടെ തുല്യതയ്ക്കായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ LDF സർക്കാരിന്റെ നട്ടലാണ് സ്ത്രീകളെന്നും അവർ പറഞ്ഞു. നാഥാപുരം റോഡിൽ LDF തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു വൃന്ദ കാരാട്ട്. Happy to be here in this meeting of the Onjam Panchayat. എനിക്ക് ഈ ഒഞ്ചിയം പഞ്ചായത്തിലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. And especially, if I may say so, I am so happy to see so many of my sisters here this morning. എനിക്ക് ഏറെ സന്തോഷമുണ്ട്, ഇവിടെ എൻ്റെ സഹോദരിമാർ ഏറെ ഇവിടെയുണ്ട് എന്ന കാര്യത്തിൽ. It is always very inspiring for me that when I come to Kerala and I attend the LDF meetings, such a large number of women are there in the LDF meetings. എനിക്ക് വളരെ സന്തോഷമുണ്ട്, കേരളത്തിലേക്ക് ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലുണ്ട് എന്ന കാര്യത്തിൽ. There is something special about that. അതെന്തോ ഒരു പ്രത്യേകതയുണ്ട്. Of course, we know Kerala is the cradle of social reform. നമുക്കറിയാം കേരളം എന്നത് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഒരു നാടാണ്. But I think really the LDF ideology of social reform, the communist ideology of social reform is strongly backed by the women of Kerala. In years, we face many natural disasters. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നമ്മൾ പല ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ, whether it is floods, whether it is epidemics, whether it is landslides, so many natural disasters Kerala faced. നിരവധി പ്രകൃതി ദുരന്തങ്ങൾ, അത് രോഗത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പ്രളയം എന്നുള്ള പേരിലാണെങ്കിലും പലതരത്തിലുള്ള ദുരന്തങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. Not only natural, we faced many man-made disasters also. പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, ആളുകൾ ഉണ്ടാക്കിയ ദുരന്തങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. We faced many Modi-made disasters also. നമ്മൾ മോദി ഉണ്ടാക്കിയ പല ദുരന്തങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. We faced the disaster നമ്മൾ ആ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. of financial strangulation by the central government. സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്ന ദുരന്തങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. We face the destruction of the constitution's federal character by denying Kerala its rightful share in national resources. നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഭരണഘടനാപരമായി നമുക്ക് അർഹതപ്പെട്ട സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെട്ടത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. But we can be proud that in the last 10 years, പക്ഷെ നമുക്ക് അഭിമാനിക്കാം, കഴിഞ്ഞ 10 വർഷക്കാലം that Kerala has emerged as number 1 state in all indicators of social development. And I am sure, my dear sisters, my dear brothers, you will give one message to the BJP and the UDF in these elections. എനിക്ക് ഉറപ്പുണ്ട് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ ഇലക്ഷനകത്ത് BJPക്കും കോൺഗ്രസിനും ഒരു സന്ദേശം നൽകും. And what is that message? അതെന്താ മെസ്സേജ്? Po mone Dinesha. Po mone. And I am sure that in the coming, especially here in Vadagara and especially here in Onjam, the heart of the red flag, it is the heart of the red flag. You will protect and defend that heart, and you will ensure a huge majority for the LDF candidate from Onjam and from Vadagara. I thank you very much, my dear sisters. All my love to you.
all my respects to you. Inqilab Zindabad, LDF Zindabad. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യൻ നിർമ്മിച്ച ദുരന്തങ്ങളുമുണ്ട്. കേന്ദ്ര സർക്കാർ ഈ സമയങ്ങളിൽ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കി. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് നമ്പർ 1 ആവാൻ നമുക്ക് സാധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ് MLA-മാർ BJP-യിലേക്ക് പോകുന്നു. അങ്ങനെ കോൺഗ്രസും BJP-യും ചക്കിക്കൊത്ത ചങ്കരനായി മാറുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളം അവർക്ക് നൽകുന്ന സന്ദേശം പോമോനി ദിനേശ എന്നായിരിക്കുമെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. LDF നേതാക്കൾ സംസാരിച്ചു.